കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിനടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ യുവാവിന് ദാരുണാന്ത്യം. സ്വിഗ്ഗി ജീവനക്കാരനായ ഇലത്തൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. ബാരിക്കേഡ് ഇല്ലാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. അപകടത്തിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി റോഡിൽ കോൺക്രീറ്റ് ബീം സ്ഥാപിച്ചു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇതിപ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? സ്മൃതി, ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരുടെയും ഗുരുതര വീഴ്ചയാണ് ഒരു ജീവൻ പൊലിയാൻ ഇടയാക്കിയത്. കോട്ടിളി ഭാഗത്തുനിന്ന് ചേവരമ്പലം ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു സ്വിഗ്ഗി ജീവനക്കാരനായ രഞ്ജിത്ത്. രാത്രിയാണ് ഈ അപകടം നടക്കുന്നത്. ദേശീയപാത ആറുവരി ബൈപ്പാസ് മുറിച്ച് കടന്ന് വരുന്ന സ്ഥലത്ത് തന്നെയാണ് ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാരൻ ഏകദേശം 6 മാസം മുൻപ് വലിയ കുഴിയെടുത്തത്. പൈപ്പിടാൻ വേണ്ടിയാണ് കുഴിയെടുത്തത്. പൈപ്പിട്ട ശേഷവും ആ കുഴി നികത്തിയില്ല. റോഡാണെന്ന് കരുതി നേരെ വരുന്ന വഴിക്കാണ് അപകടം ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, ഇതിനു മുൻപും പല അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബൈക്കുകൾ ഈ കുഴിയിൽ വീണിട്ടുണ്ട്. അന്നൊക്കെ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ് ഇത് നേരെയാക്കണം, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഒരു ജീവൻ പൊലിഞ്ഞ ശേഷം മാത്രമാണ് അല്പസമയം മുൻപ് ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാർ എത്തി വലിയ കോൺക്രീറ്റ് ബീമുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തണം, റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സുബ്രതേ, സിനോജ് തോമസാണ് വിവരങ്ങൾ നൽകിയത്.